കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവം. കരിയിലക്കുളങ്ങരയ്ക്ക് സമീപമുള്ള ചതുപ്പുനിലത്തോട് ചേർന്നുള്ള പ്രദേശത്ത് കുറേയധികം സ്ത്രീകൾ പുല്ലരിയുകയായിരുന്നു. ഈ സമയത്തായിരുന്നു കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയുടെ ഉറക്കെയുള്ള നിലവിളി ശബ്ദം കേട്ടുകൊണ്ട് എല്ലാ ആളുകളും അവിടേക്ക് എത്തിയത്. തൊട്ടടുത്തുള്ള ഒരു കുളത്തിൽ നിന്നും മനുഷ്യന്റേതെന്ന് തോന്നിക്കുന്ന ഒരു കാല് പൊങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് സ്ത്രീകൾ കണ്ടത്. സംഭവം അറിഞ്ഞ് നിരവധി ആളുകൾ അവിടേക്ക് ഓടിയെത്തി. കൂട്ടത്തിൽ ചില ആളുകൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സമീപത്തുള്ള സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം പോലീസുകാരും സംഭവ സ്ഥലത്തേക്ക് എത്തി. സംഭവം അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം നാട്ടുകാരുടെ സഹായത്തോടുകൂടി കുളത്തിൽ നിന്നും ആ കാലുകൾ പുറത്തേക്കെടുക്കാൻ ശ്രമം നടത്തി. എന്നാൽ പോലീസുകാരെയും നാട്ടുകാരെയും അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നടന്നത്. എത്ര ശ്രമിച്ചു നോക്കിയിട്ടും ആ കാലുകൾ പുറത്തേക്ക് എത്തിക്കാൻ നാട്ടുകാർക്ക് കഴിഞ്ഞില്ല. കുറെ അധികം ആളുകളുടെ സഹായത്തോടുകൂടി ആ കാലുകൾ പുറത്തേക്ക് എത്തിച്ചപ്പോൾ അതൊരു സ്ത്രീയാണെന്ന് പോലീസ് സംഘത്തിന് നാട്ടുകാർക്കും വ്യക്തമായി. ആ സ്ത്രീയുടെ പുറത്ത് നീളത്തിലുള്ള ഭാരമേറിയ ഒരു കരിങ്കല്ല് കെട്ടിവെച്ചിരിക്കുകയാണ്. കമിഴ്ന്നു കിടന്നിരുന്ന ആ സ്ത്രീയുടെ മൃതദേഹം നിവർത്തിയിട്ട പോലീസുകാരും നാട്ടുകാരും ഭയന്ന് പിന്നിലേക്ക് മാറി. ആ സ്ത്രീക്ക് മുഖമുണ്ടായിരുന്നില്ല. മുഖത്തിന്റെ ഭാഗം പൂർണ്ണമായും അഴുകിയ നിലയിലാണ്. അവരുടെ വായ് ഭാഗം തുറന്നിരിക്കുകയാണ്. വായിൽ ഒരു പല്ല് പോലുമില്ല. പല്ലുകൾ മുഴുവൻ അടർന്നു പോയ അവസ്ഥയിൽ സാരി ധരിച്ച ഒരു സ്ത്രീരൂപമാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത്. SI വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറൻസിക് സംഘം സംഭവസ്ഥലത്തേക്ക് എത്തി പരിശോധന ആരംഭിച്ചു. ആ ബോഡിയുടെ നീളവും വണ്ണവും ശരീരത്തിലുണ്ടായിട്ടുള്ള മുറിവുകളുമൊക്കെ വിശദമായി തന്നെ ഫോറൻസിക് സംഘം പരിശോധന നടത്തി. സംഭവസ്ഥലത്തെത്തിയ CI ഹരികൃഷ്ണൻ ആ പ്രദേശമൊക്കെ വിശദമായി ഒന്ന് നിരീക്ഷിച്ചപ്പോഴായിരുന്നു ഒരു രൂക്ഷഗന്ധം അനുഭവപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ആ രൂക്ഷഗന്ധം എവിടെ നിന്നാണെന്നറിയാൻ അദ്ദേഹം കുറച്ചു ദൂരം മുൻപോട്ട് നടന്നെത്തിയത് ഒരു സർപ്പക്കാവിലേക്കാണ്. അസ്വാഭാവികമായ എന്തോ ഒന്ന് ആ സർപ്പക്കാവിലുണ്ടെന്ന് CIക്ക് മനസ്സിലായി. ആ സമയത്തായിരുന്നു CIയുടെ കണ്ണിൽ ഒരു കാഴ്ച പതിഞ്ഞത്. ഒരു പൂച്ച ചത്തുകിടക്കുന്ന കാഴ്ചയായിരുന്നു അത്. വായിൽ നിന്ന് നുരയും പതയും വന്ന അവസ്ഥയിലാണ് ആ പൂച്ച ചത്തുകിടക്കുന്നത്. ആ പൂച്ചയുടെ ശരീരവും അഴുകി തുടങ്ങിയിട്ടുണ്ട്. അതൊരു സൂചനയാണെന്ന് CIക്ക് വ്യക്തമായി. അങ്ങനെ തോന്നിയ CI SIയെ വിളിച്ച് ഉടൻ തന്നെ അക്കാര്യം പറഞ്ഞു. ആ സ്ത്രീയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ കാവിൽ കണ്ട അഴുകി തുടങ്ങിയ പൂച്ചയുടെ മൃതദേഹം കൂടി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി അയക്കേണ്ടതുണ്ട്. കേവലം ഒരു പൂച്ചയുടെ ശരീരം കൂടി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് CI പറഞ്ഞെങ്കിലും SI ഉൾപ്പെടുന്ന സംഘത്തിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. CI പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് അവിടെയുണ്ടായിരുന്ന നാട്ടുകാർ പോലും പൊട്ടിച്ചിരിച്ചു. CIയുടെ നിർദ്ദേശമായതുകൊണ്ട് തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ആ സ്ത്രീയുടെ മൃതദേഹത്തോടൊപ്പം തന്നെ ആ പൂച്ചയുടെ ശരീരഭാഗങ്ങൾ കൂടി പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി ഷിഫ്റ്റ് ചെയ്തു. വൈകാതെ തന്നെ പോലീസ് സംഘം അന്വേഷണവും ആരംഭിച്ചു. ആ സ്ത്രീയെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടോ എന്നും ആ സ്ത്രീയെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നും സമീപത്തുള്ള വീടുകളിലൊക്കെ കയറിയിറങ്ങി പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തി. സമീപത്തുള്ള വീടുകളിലും കടകളിലുമൊക്കെ അന്വേഷിച്ചെങ്കിലും ആ സ്ത്രീയെക്കുറിച്ച് ആർക്കും ഒന്നും അറിവില്ല എന്നുള്ള മറുപടി മാത്രമാണ് പോലീസിന് ലഭിച്ചത്. ഈ സമയത്തായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും CI ഹരികൃഷ്ണന് ഒരു ഫോൺ കോൾ എത്തുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ആ പൂച്ചയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വിസമ്മതിക്കുകയാണ്. മനുഷ്യ ശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പൂച്ചയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. അതോടുകൂടി സമീപത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പൂച്ചയുടെ മൃതദേഹം ഷിഫ്റ്റ് ചെയ്തു. ആ സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം ഹോസ്പിറ്റലിൽ നടക്കുന്ന അതേ സമയത്ത് തന്നെ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടവും വെറ്റിനറി ഹോസ്പിറ്റലിൽ നടന്നു. തൊട്ടടുത്ത ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എത്തി. ആ സ്ത്രീയുടെ ശരീരത്തിൽ വിഷം കലർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ പൂച്ചയുടെ ശരീരത്തിലും അതേ വിഷം കലർന്നിരിക്കുകയാണ്. രണ്ടുപേരുടെയും ശരീരത്തിലെത്തിയിരിക്കുന്നത് ഫ്യൂരിഡാനാണ്. പൂച്ച ഫ്യൂരിഡാൻ കഴിക്കാനിടയായ സാഹചര്യം കണ്ടെത്തിയാൽ ആ സ്ത്രീയുടെ മരണത്തിന്റെ കാര്യവും വ്യക്തമാകുമെന്ന് പോലീസ് സംഘത്തിന് ഉറപ്പായി. പോലീസ് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർമാർ പൂച്ചയുടെയും നിരവധി ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങളുമായി സമീപത്തുള്ള വീടുകളിലൊക്കെ കയറിയിറങ്ങി അവിടെയുള്ള ഏതെങ്കിലും വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണോ ഇതെന്ന് പോലീസ് സംഘം അന്വേഷിച്ചു തുടങ്ങി. അതോടൊപ്പം തന്നെ ആ സ്ത്രീയുടെ ഫോട്ടോ തൊട്ടടുത്തുള്ള സ്റ്റേഷനുകളിലേക്കൊക്കെ CI ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. കരിയിലക്കുളങ്ങര സ്റ്റേഷന് പുറമെ മറ്റേതെങ്കിലും സ്റ്റേഷനുകളിൽ ഏതെങ്കിലും സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു. പൂച്ചയെ ഉപയോഗിച്ചുള്ള വീടുകൾ കയറിയുള്ള തിരച്ചിലിൽ ഫലമുണ്ടായി. ഒരു വീട്ടുകാർ പൂച്ചയെ തിരിച്ചറിഞ്ഞു. 3 ദിവസങ്ങൾക്ക് മുൻപ് അവരുടെ വീട്ടിൽ നിന്നും കാണാതെയായ പൂച്ചയെപ്പോലെ തന്നെയുണ്ട് ആ ഫോട്ടോയിൽ കാണുന്ന പൂച്ചയെന്നും തങ്ങൾക്ക് അത് തങ്ങളുടെ പൂച്ചയാണോ എന്ന് സംശയമുണ്ടെന്നും വീട്ടുകാർ പോലീസിനെ അറിയിച്ചു. അവരുടെ വളർത്തുപൂച്ച പോകാൻ സാധ്യതയുള്ള വീടുകളെക്കുറിച്ചൊക്കെ പോലീസ് സംഘം ആ വീട്ടുകാരോട് അന്വേഷിച്ചു. ഇതേ സമയം തന്നെ ഹരിപ്പാട് സ്റ്റേഷനിലേക്ക് തങ്ങളുടെ അമ്മയെ കാണാനില്ല എന്നുള്ള ഒരു പരാതിയുമായി 2 ചെറുപ്പക്കാരെത്തുകയും ചെയ്തു. 3 ദിവസങ്ങൾക്ക് മുൻപ് തങ്ങളുടെ അമ്മയെ കാണാതെയായി എന്നാണ് മക്കൾ പരാതി നൽകിയിരിക്കുന്നത്. കരുവാറ്റയിലും മണപ്പള്ളിയിലുമുള്ള മക്കളുടെ വീടുകളിൽ മാറി മാറി താമസിക്കുന്ന സ്വഭാവമാണ് അവരുടെ അമ്മയ്ക്കുള്ളത്. മൂത്ത മകന്റെ വീട്ടിൽ നിന്നും ഏറ്റവും ഇളയ മകളുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ അമ്മയെയാണ് ഇപ്പോൾ കാണാതെയായിരിക്കുന്നത്. മണപ്പള്ളിയിൽ നിന്ന് 3 ദിവസങ്ങൾക്ക് മുൻപ് പുറപ്പെട്ട അമ്മ ഇതുവരെയും മൂത്ത മകന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല. സഹോദരിയെ വിളിച്ചന്വേഷിച്ചപ്പോൾ അമ്മ അവിടെ ചെന്നിട്ടേ ഇല്ല എന്നുള്ള മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ സഹോദരങ്ങൾ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകാൻ തീരുമാനിച്ചത്.
പരാതി ഫയലിൽ സ്വീകരിച്ച പോലീസ് സംഘത്തിന് അപ്പോഴാണ് കരിയിലക്കുളങ്ങര സ്റ്റേഷനിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഓർമ്മ വന്നത്. വിവരം ഉടൻ തന്നെ കരിയിലക്കുളങ്ങര സ്റ്റേഷനിലേക്ക് അറിയിക്കുകയും ചെയ്തു. പോലീസ് സംഘം യുവാക്കളുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് എത്തി. മോർച്ചറിയുടെ മുൻപിലേക്ക് പോലീസുകാർ നടക്കുന്നത് കണ്ട് ആ ചെറുപ്പക്കാർക്ക് ആകെ സംശയം തോന്നി. അവരുടെ അമ്മയ്ക്ക് 48 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. പ്രായത്തിൽ കവിഞ്ഞ ആരോഗ്യമുള്ള ആ സ്ത്രീക്ക് പറയത്തക്ക അസുഖങ്ങളൊന്നുമില്ല. എങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചു കാണുമോ എന്ന് ആ യുവാക്കൾക്ക് സംശയം തോന്നി. മോർച്ചറിക്കുള്ളിലേക്ക് കയറി ആ സ്ത്രീയുടെ മൃതദേഹം കണ്ട നിമിഷത്തിൽ തന്നെ ആ സഹോദരങ്ങൾ നിലവിളിച്ച് കരഞ്ഞു തുടങ്ങി. അത് അവരുടെ അമ്മ തന്നെയാണ്. പങ്കജം എന്ന സ്ത്രീയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ആ സ്ത്രീ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തതാണോ എന്ന് പോലീസിന് സംശയം തോന്നി. CI ഉടൻ തന്നെ പങ്കജത്തിന്റെ 2 മക്കളെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. തങ്ങളുടെ അമ്മ പങ്കജം ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യുകയില്ല എന്ന് ആ മക്കൾ ഉറപ്പിച്ചു പറഞ്ഞു. ഈ സമയത്തായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ഒരു പാഴ്സൽ സ്റ്റേഷനുള്ളിലേക്ക് കൊണ്ടുവന്നത്. പങ്കജാക്ഷിയുടെ വസ്ത്രവും അനുബന്ധ സംവിധാനങ്ങളുമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതൊക്കെ വിശദമായി നോക്കിയ മക്കൾ ഒരു കാര്യം പോലീസിന് റിപ്പോർട്ട് ചെയ്തു. തങ്ങളുടെ അമ്മയുടെ ശരീരത്തിൽ 5 പവനോളം തൂക്കം വരുന്ന ഒരു മാലയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വളകളും കമ്മലും മോതിരവും കാണാനില്ല. സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടി ആ സ്ത്രീയെ ആരൊക്കെയോ ചേർന്ന് കൊലപ്പെടുത്തിയതായിരിക്കുമോ എന്ന് പോലീസിന് സംശയം തോന്നി. അക്കാര്യം ഉറപ്പായ പോലീസ് സംഘം ആ പ്രദേശത്ത് ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗുണ്ടകളുടെയൊക്കെ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി. ക്രിമിനൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ആ ദിവസങ്ങളിൽ എവിടെയായിരുന്നു എന്നൊന്ന് അന്വേഷിക്കാനാണ് പോലീസ് സംഘം തീരുമാനിച്ചത്. അത്തരത്തിലുള്ള ഗുണ്ടകളെയൊക്കെ പോലീസ് സംഘം കണ്ടെത്തി ചോദ്യം ചെയ്തെങ്കിലും അവരൊക്കെ സ്ഥലത്ത് തന്നെയുണ്ടെന്നും പങ്കജം എന്ന സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവർക്കാർക്കും യാതൊരു ബന്ധവുമില്ല എന്നും പോലീസിന് വ്യക്തമായി. ഒരു ഭാഗത്ത് CIയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം നടക്കുന്നതിനിടയിൽ പൂച്ചയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന പോലീസ് സംഘം ആ പൂച്ച പോകാൻ സാധ്യതയുള്ള വീടുകളിലൊക്കെ കയറിയിറങ്ങി ഒരു തിരച്ചിൽ നടത്തി. പോലീസുകാർ കാണിക്കുന്ന ഫോട്ടോയിലുള്ള പൂച്ച തങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പല ആളുകളും മറുപടി പറഞ്ഞു. അങ്ങനെ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു പൂച്ച പോകാറുള്ള ഒരു വീട്ടിൽ ആൾതാമസമില്ല എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായത്. ആ വീട്ടിലും ആ പൂച്ച പോകാറുണ്ടെന്ന് അയൽവാസികൾ പോലീസിന് മൊഴി നൽകി. ആ വീട്ടിലുള്ള താമസക്കാരെക്കുറിച്ച് പോലീസ് സംഘം വിശദമായി അയൽവാസികളോടൊക്കെ തിരക്കി. പാത്രക്കച്ചവടം നടത്തുന്ന ജലാലുദ്ദീൻ എന്ന വ്യക്തിയുടെ വീടാണത്. കച്ചവടവുമായി ബന്ധപ്പെട്ട് അയാൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നത് പതിവാണ്. ജലാലുദ്ദീന്റെ നമ്പർ അയൽവാസികളിൽ നിന്നും ശേഖരിച്ച പോലീസ് സംഘം ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ ജലാലുദ്ദീൻ എറണാകുളത്താണെന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. നാട്ടിലെത്തിയാൽ ഉടൻ തന്നെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് SI ജലാലുദ്ദീനെ അറിയിച്ചു. ജലാലുദ്ദീൻ അപ്പോൾ തന്നെ അത് സമ്മതിക്കുകയും ചെയ്തു. ജലാലുദ്ദീന്റെ ഫോൺ നമ്പർ ഉടൻ തന്നെ SI CI ഹരികൃഷ്ണന് കൈമാറി. CI ഹരികൃഷ്ണൻ വിളിച്ച സമയത്ത് എറണാകുളത്തുള്ള ജലാലുദ്ദീൻ ഇത്ര പെട്ടെന്ന് എങ്ങനെ തൃശൂരിലെത്തിയെന്ന് CIക്ക് സംശയം തോന്നി. സംശയം തോന്നിയ CI ജലാലുദ്ദീൻ യഥാർത്ഥത്തിലുള്ള സ്ഥലം എവിടെയെന്ന് കണ്ടെത്തുന്നതിനായി ഉടൻ തന്നെ ആ നമ്പർ സൈബർ സെല്ലിന് കൈമാറി. അധികം വൈകാതെ തന്നെ സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്നും ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ആ പറഞ്ഞ സ്ഥലത്തൊന്നുമല്ല ജലാലുദ്ദീൻ ഉള്ളത്, അയാൾ കോട്ടയത്താണുള്ളത്. ജലാലുദ്ദീന്റെ വീടിന് മഫ്തി പോലീസുകാർ കാവൽ നിന്നു. ആദ്യത്തെ 2 ദിവസവും ആ വീട്ടിലേക്ക് ആരും വന്നില്ല. എന്നാൽ 3-ാമത്തെ ദിവസം രാത്രിയുടെ മറവ് പറ്റി ഒരു രൂപം ആ വീടിന് സമീപത്തേക്ക് അടുത്തു വരുന്നതും വീടിന്റെ വാതിൽ തുറക്കുന്നതും മഫ്തിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ജലാലുദ്ദീൻ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന അതേ നിമിഷത്തിൽ തന്നെ പോലീസ് സംഘം ജലാലുദ്ദീന് മേൽ ചാടി വീണു. താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ജലാലുദ്ദീൻ പിന്നീട് കൂടുതൽ ബലപ്രയോഗത്തിന് നിൽക്കാതെ പോലീസുകാർക്കൊപ്പം സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. സ്റ്റേഷനിലെത്തിച്ച ജലാലുദ്ദീനെ CI വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ഒരേ സമയം തന്നെ കോട്ടയത്തും എറണാകുളത്തും തൃശ്ശൂരുമൊക്കെ എത്താൻ കഴിയുന്ന ജലാലുദ്ദീന് അപാര കഴിവാണെന്ന് CI പറഞ്ഞപ്പോൾ തന്നെ ജലാലുദ്ദീൻ ഒന്ന് വിളറി വെളുത്തു. താനൊരു പാത്രക്കച്ചവടക്കാരനായതുകൊണ്ട് തന്നെ ആളുകൾ പാത്രത്തിനായി പലപ്പോഴും വിളിക്കാറുണ്ടെന്നും താൻ അടുത്തെത്തിയെന്ന് കാണിക്കാൻ ആളുകളോടൊക്കെ പലപ്പോഴും സ്ഥലം മാറ്റി മാറ്റി പറയാറുണ്ടെന്നുമൊക്കെ ജലാലുദ്ദീൻ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. കൊല്ലപ്പെട്ട പങ്കജത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ആ സ്ത്രീയെ പരിചയമുണ്ടോ എന്ന് CI ജലാലുദ്ദീനോട് ചോദിച്ചു. അങ്ങനെയൊരു സ്ത്രീയെ താൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നും അങ്ങനെയൊരു സ്ത്രീക്ക് താൻ ഇതുവരെയും പാത്രം കൊടുത്തതായി ഓർക്കുന്നില്ല എന്നും ജലാലുദ്ദീൻ പോലീസുകാരോട് മറുപടിയും പറഞ്ഞു. ആ സ്ത്രീയെ ജലാലുദ്ദീന് പരിചയമില്ലാത്ത സ്ഥിതിക്ക് 1-2 കാര്യങ്ങൾ കൂടി ക്ലിയർ ചെയ്ത ശേഷം ജലാലുദ്ദീനെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞയക്കാമെന്ന് CI അയാൾക്ക് ഉറപ്പ് നൽകി. അന്ന് രാത്രി ജലാലുദ്ദീൻ സ്റ്റേഷനിൽ തന്നെ നിന്നു. തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ പങ്കജത്തിന്റെ 3 മക്കളും സ്റ്റേഷനിലേക്ക് എത്തി. അവരാരെങ്കിലും ജലാലുദ്ദീനെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു പോലീസിന് അറിയേണ്ടിയിരുന്നത്. പങ്കജത്തിന്റെ 2 ആൺമക്കളും ജലാലുദ്ദീനെ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ ഇളയ മകന്റെ ഭാര്യയാകട്ടെ ജലാലുദ്ദീനെ തിരിച്ചറിയുകയും ചെയ്തു. അയാൾ ഇടയ്ക്കിടെ തങ്ങളുടെ വീട്ടിൽ പാത്രവുമായി എത്താറുണ്ടെന്ന് ആ മരുമകൾ പോലീസിന് മൊഴി നൽകി. അമ്മ പങ്കജം തന്നെയാണ് പലപ്പോഴും അയാളുടെ കയ്യിൽ നിന്ന് പാത്രങ്ങൾ വാങ്ങാറുള്ളതെന്ന് കൂടി മരുമകൾ പറഞ്ഞതോടെ ജലാലുദ്ദീൻ ആകെ വിളറി വെളുത്തു. പങ്കജത്തിന് ഒരു പരിചയവുമില്ല എന്നാണല്ലോ ജലാലുദ്ദീൻ ആദ്യം പറഞ്ഞതെന്ന് CI ഉടൻ തന്നെ അയാളോട് ചോദിച്ചു. ഒരുപാട് പേർക്ക് സ്ഥിരമായി പാത്രം കൊടുക്കുന്നത് കൊണ്ട് തന്നെ തനിക്ക് തെറ്റിപ്പോയതായിരിക്കാമെന്ന് ജലാലുദ്ദീൻ അപ്പോൾ തന്നെ പോലീസുകാരോട് പറഞ്ഞു.
ആ യുവതിക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പോലീസിനോട് പറയാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ CI പങ്കജത്തിന്റെ ആൺമക്കളോട് സ്റ്റേഷന് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞയച്ച ശേഷം ആ യുവതിയെയും ജലാലുദ്ദീനെയും ഒരുമിച്ച് തന്നെ ചോദ്യം ചെയ്തു തുടങ്ങി. വീട്ടിലേക്ക് മിക്കവാറും പാത്രവുമായി എത്താറുണ്ടായിരുന്ന ജലാലുദ്ദീനെ ആ വീട്ടുകാർക്ക് നന്നായി അറിയാം. അയാൾക്ക് പലപ്പോഴും പാത്രങ്ങൾ വാങ്ങാൻ പണവും അയാൾ പലപ്പോഴും കച്ചവടം ചെയ്യുന്നതിനുള്ള പാത്രങ്ങൾ വാങ്ങുന്നതിനായി പണവും സ്വർണവുമൊക്കെ തന്റെ അമ്മായിയമ്മയായ പങ്കജത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങാറുണ്ടായിരുന്നുവെന്നും ആ യുവതി പോലീസിന് മൊഴി നൽകി. സ്വർണ്ണാഭരണങ്ങൾ പണയം വെക്കുന്നതിന് വേണ്ടിയാണ് ജലാലുദ്ദീൻ പലപ്പോഴും വാങ്ങാറുള്ളത്. അതുമാത്രവുമല്ല, പങ്കജവും ജലാലുദ്ദീനും തമ്മിൽ മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും പാത്രക്കച്ചവടത്തിനായി വീട്ടിലേക്ക് എത്തുന്ന സമയത്തും അവരിരുവരും ഒരുപാട് നേരം സംസാരിച്ചിരിക്കാറുണ്ടെന്നുമൊക്കെ ആ മരുമകൾ പോലീസിന് മൊഴി നൽകി. ആ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് സംഘം ജലാലുദ്ദീനെ ഒറ്റയ്ക്കിരുത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. പങ്കജത്തെ എന്തിനാണ് ജലാലുദ്ദീൻ കൊലപ്പെടുത്തിയതെന്നുള്ള കാര്യം മാത്രം ഇനി തങ്ങൾക്കറിഞ്ഞാൽ മതിയെന്ന് CI പറഞ്ഞതോടുകൂടി താൻ പിടിക്കപ്പെട്ടു എന്ന് ജലാലുദ്ദീന് വ്യക്തമായി. പോലീസുകാരുടെ കർക്കശമായ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജലാലുദ്ദീൻ പല കഥകളും പറഞ്ഞു തുടങ്ങി. മലപ്പുറം കാക്ക എന്ന വിളിപ്പേരുള്ള പാത്രക്കച്ചവടക്കാരനായ ജലാലുദ്ദീനും പങ്കജവും തമ്മിൽ 1.5 വർഷക്കാലമായി വളരെ അടുത്ത പരിചയമാണുള്ളത്. പങ്കജവുമായി വളരെ നല്ല അടുപ്പമുള്ളതുകൊണ്ട് തന്നെ ആ സ്ത്രീ പലപ്പോഴും പാത്രങ്ങൾ വാങ്ങുന്നതിനായി ജലാലുദ്ദീന് തന്റെ സ്വർണ്ണാഭരണങ്ങൾ പണയം വയ്ക്കാൻ കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പണവും നൽകാറുണ്ട്. അവർ തമ്മിൽ പലപ്പോഴും ഫോണിൽ സംസാരിക്കാറുമുണ്ട്. അവർ തമ്മിലുള്ള ബന്ധം വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുൻപോട്ട് പോകുന്നതിനിടയിലായിരുന്നു ജലാലുദ്ദീന് പണയം വെക്കാൻ നൽകിയ മാല പങ്കജം തിരിച്ചു ചോദിച്ചത്. അവരുടെ ശല്യം സഹിക്കവയ്യാതെയായപ്പോൾ ജലാലുദ്ദീൻ ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കി. തന്റെ ആൺമക്കളോട് മകളുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഹരിപ്പാടേക്ക് വരാൻ അങ്ങനെയാണ് ജലാലുദ്ദീൻ പങ്കജത്തോട് ആവശ്യപ്പെട്ടത്. ഹരിപ്പാട് വരുമ്പോൾ പണയം വെച്ച മാല താൻ എടുത്തു കൊടുക്കാമെന്നും ജലാലുദ്ദീൻ ആ സ്ത്രീക്ക് വാക്കുകൊടുത്തു. അങ്ങനെ ഹരിപ്പാടെത്തിയ പങ്കജവുമായി ജലാലുദ്ദീൻ തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെ പല സ്ഥലങ്ങളിലും കറങ്ങിയ ശേഷം രാത്രിയോടുകൂടിയാണ് തിരികെ ഹരിപ്പാടുള്ള വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് ജലാലുദ്ദീൻ പങ്കജത്തോട് പറഞ്ഞു. അങ്ങനെ ഇരുവരും ചേർന്ന് ഭക്ഷണവും കഴിച്ചു. പങ്കജം അറിയാതെ തന്നെ ഭക്ഷണത്തിൽ ജലാലുദ്ദീൻ നേരത്തെ തന്നെ ഫ്യൂരിഡാൻ കലർത്തി വെച്ചിരുന്നു. ഇടയ്ക്ക് രുചിവ്യത്യാസം തോന്നിയെങ്കിലും ആ സ്ത്രീയെ കൊണ്ട് ജലാലുദ്ദീൻ നിർബന്ധപൂർവ്വം ആ ഭക്ഷണം കഴിപ്പിച്ചു. നേരത്തെ തന്നെ തന്റെ ബാഗിൽ ജലാലുദ്ദീൻ ഫ്യൂരിഡാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. യാത്രക്കിടയിൽ എപ്പോഴെങ്കിലും പങ്കജത്തിന്റെ ഭക്ഷണത്തിൽ ഫ്യൂരിഡാൻ കലർത്താനായിരുന്നു അയാളുടെ ഉദ്ദേശം. അതിനുവേണ്ടിയായിരുന്നു മനഃപൂർവ്വം ജലാലുദ്ദീൻ പങ്കജവുമായി തിരുവനന്തപുരത്തേക്കൊക്കെ പോയത്. എന്നാൽ അവിടെയെങ്ങും വെച്ച് അങ്ങനെ ഒരു സാഹചര്യം ഒത്തുവരാത്ത സാഹചര്യത്തിലാണ് ആ സ്ത്രീയുമായി തിരികെ ജലാലുദ്ദീൻ തന്റെ വീട്ടിലേക്ക് തന്നെ എത്തിയത്. ജലാലുദ്ദീൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർത്തിയപ്പോൾ പോലീസുകാർ തങ്ങളുടെ കൈവശമുള്ള പൂച്ചയുടെ ഫോട്ടോ അയാളെ കാണിച്ചു കൊടുത്തു. ആ പൂച്ച ഇടയ്ക്കിടയ്ക്ക് തന്റെ വീട്ടിൽ വരാറുണ്ടെന്ന് ജലാലുദ്ദീൻ പോലീസുകാരോട് പറഞ്ഞു. പങ്കജത്തിന് കൊടുത്തതിന്റെ ബാക്കിയുള്ള ഭക്ഷണം അവിടെ ഇരുന്നത് ഇടയ്ക്കെപ്പോഴും ആ വീടിനുള്ളിലേക്ക് കയറിയ പൂച്ച കഴിക്കുകയും ചെയ്തു. പങ്കജത്തിന്റെ മരണം ഉറപ്പാക്കിയ ജലാലുദ്ദീൻ അവരുടെ ശരീരം അവിടെ നിന്നും ആ കുളത്തിന് സമീപത്തേക്ക് കൊണ്ടുപോയി. ഈ സമയത്ത് ജലാലുദ്ദീൻ അറിയാതെ തന്നെ ജലാലുദ്ദീനെ ആ പൂച്ച പിന്തുടരുന്നുണ്ടായിരുന്നു. കുളക്കരയിലേക്ക് എത്തിയ ജലാലുദ്ദീൻ പങ്കജത്തിന്റെ ശരീരത്തിൽ വലിയൊരു വേലിക്കല്ല് വെച്ചു കിട്ടി. ശേഷം ആ കുളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. ഇറച്ചിയുടെ മണം പിടിച്ച് ജലാലുദ്ദീനെ പിന്തുടർന്ന് പാടത്തേക്ക് വന്നതാണ് കേസിൽ വഴിത്തിരിവായത്. വിഷം കലർത്തിയ ഭക്ഷണത്തിന്റെ അവശിഷ്ടം കഴിച്ചതോടെ പൂച്ചയും ചത്തു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജലാലുദ്ദീന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. കേസ് തെളിഞ്ഞതോടെ പോലീസുകാരെ കളിയാക്കിയ വിമർശകർ തന്നെ ആദരവോടെ എത്തി. പൂച്ചയുടെ പോസ്റ്റ്മോർട്ടത്തിലൂടെ തെളിയുന്ന ആദ്യ കേസായും ഇത് ചരിത്രത്തിൽ ഇടം നേടി.